ഈ കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണം എന്നത് ചർച്ച ചെയ്യാനാണ് അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചിരിക്കുന്നത്. 10 മണിക്കാണ് മന്ത്രിസഭാ യോഗം ചേരുക. ഏറ്റവും പ്രധാനമായി പരിഗണിക്കുന്ന രണ്ട് വിഷയങ്ങൾ, ഒന്നായി മൃതദേഹം എങ്ങനെ നാട്ടിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ അതിൽ കൂടുതൽ വ്യക്തത വരികയാണ്. മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനായി പ്രത്യേക വ്യോമസേനാ വിമാനമടക്കം സജ്ജമാണ് എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് കൂടുതൽ ഇടപെടേണ്ടി വരില്ല. നോർക്കയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടുത്തെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ അവിടെ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നോർക്ക ഇന്നലെ തന്നെ അവിടെ ഹെൽപ്പ് ഡെസ്കുകളും മറ്റും ഹെൽപ്പ് ലൈൻ നമ്പറുകളും മറ്റുമൊക്കെ തുടങ്ങിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് വരികയാണ്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇനിയും ഉണ്ടാവുകയാണ് എങ്കിൽ ഇവിടെ നിന്നും സംസ്ഥാനത്ത് നിന്നും ഒരു പ്രത്യേക പ്രതിനിധിയെ കുവൈറ്റിലേക്ക് അയക്കുന്ന കാര്യമടക്കം ഇന്നത്തെ മന്ത്രിസഭാ യോഗം പരിഗണിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ മരണപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ധനസഹായം നൽകുന്നത് സംബന്ധിച്ച് അടക്കമുള്ള കാര്യങ്ങളിലും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകും. അതോടൊപ്പം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും ഇന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ആഘോഷ പരിപാടികൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്. ലോക കേരള സഭയുടെ ഉദ്ഘാടന ചടങ്ങ് ഈ വിദേശത്തു നിന്നുള്ള ആളുകളെ, പ്രത്യേകിച്ചും മലയാളികൾക്ക്, പുറത്തുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി നടത്തുന്ന ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണ്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഇന്നായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ശങ്കരനാരായണ തമ്പി ഹാളിൽ നിയമസഭയിലായിരുന്നു പരിപാടി പറഞ്ഞിരുന്നത്. ഇന്ന് നടത്താനിരുന്ന എല്ലാ ചടങ്ങുകളും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഒഴിവാക്കി. അതോടൊപ്പം തന്നെ സെമിനാറുകളും മറ്റ് ആഘോഷ പരിപാടികളും ഒഴിവാക്കിയിട്ടുണ്ട്. സഭാ സമ്മേളനം നാളെയും മറ്റന്നാളുമായി നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ആ പരിപാടികൾക്ക് മാറ്റമുണ്ടാകില്ല. പക്ഷേ ആഘോഷ പരിപാടികളെല്ലാം ഒഴിവാക്കിയാണ് ലോക കേരള സഭയുടെ സമ്മേളനം നടക്കുക. മന്ത്രിസഭാ യോഗം എന്തായാലും 10 മണിക്ക് ചേരും. മോദി.